സർ നമസ്കാരം. നമസ്കാരം. സർ, ഒത്തിരി വീടുകളിലൊക്കെ ഈ ആത്മാക്കളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൾസ് ഒക്കെ വരുമ്പോൾ ഒരു സോൾ പ്രസൻസ് വരുമ്പോൾ സാറിനെ വിളിക്കാറുണ്ടല്ലോ. സാറിന് ഒത്തിരി അനുഭവങ്ങളും ഉണ്ട്. സാറിന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു നാളും മറക്കാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും സോൾ പ്രസൻസിന്റെ ആ ഒരു കണക്ഷൻ അനുഭവം സാറിനൊന്ന് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മഹാഗുരു ശരണം. ഒരു നാളും മറക്കാൻ പറ്റുകയില്ല എന്ന് പറയാൻ പറ്റുകയില്ല, ഓർക്കാൻ സാധിക്കണം. ഓർത്താൽ മാത്രമേ ഓർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൽ ഇപ്പം ഒരെണ്ണം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ മദറിലോ വൈഫ് രഞ്ജിതയുടെ അമ്മ. രഞ്ജിതയുടെ അമ്മയുടെ വിയോഗം നടക്കുന്നത് 2021 ഏപ്രിൽ 17-നാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സമയം കഴിഞ്ഞ് കുറേ ഈ ലോക്ക്ഡൗണും പിന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെ ആയിട്ട് കുറച്ച് നാളുകൾ ആ വർഷം എൻ്റെ മൂത്തവൻ സൂരജ് ഉണ്ട്. അവന് അമ്മയുടെ അടുത്ത് രണ്ടുപേർക്കും ഭയങ്കര ഇതായിരുന്നു. പക്ഷേ മൂത്ത മോന് കാണാൻ പറ്റിയില്ല. ആ കോവിഡ് തുടങ്ങിയതിന് ശേഷം അവൻ വരാൻ പറ്റില്ല. അവൻ ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് വന്നപ്പോൾ അവൻ കണ്ടെയ്ൻമെൻറ്റ്, അവൻ പ്രത്യേകം ഇരിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. പിന്നെ യാത്ര ചെയ്യാനുള്ള ഇത്. അപ്പോൾ 17-ാം തീയതി എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച ആയിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ മണ്ണൂത്തി ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യണം, കാനറ ബാങ്ക്. അപ്പോൾ ആ സമയത്ത് രാവിലെ ഇറങ്ങുമ്പോഴേ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അമ്മ സാധാരണ പോലെ വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്ക് ക്രിട്ടിക്കൽ ടൈമാണെന്നറിയായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങാം, ചോദിച്ചിട്ട് മാനേജരോട് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് നേരത്തെ ഇറങ്ങാം, നമുക്ക് ആലപ്പുഴയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. വൈകിട്ട് മുമ്പ് ആലപ്പുഴ എത്തണമെന്നുണ്ടായിരുന്നു. മോൻ്റെ അടുത്തും പറഞ്ഞു, മക്കളുടെ അടുത്തും പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു 11:30-12 മണിയോടുകൂടി ആലപ്പുഴയിൽ നിന്ന് ഫോൺ വന്നിട്ട് ഒരു അമ്മ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാനേജരോട് പറഞ്ഞു, പെർമിഷൻ ചോദിച്ചിട്ട് ഞങ്ങൾ വന്നു. അപ്പോൾ വന്ന് ഓൺ ദി വേ തന്നെ അമ്മ ഞങ്ങളെത്തുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി പോയി. ഇത് വിട്ടുപോയി, പ്രാണം വിട്ടുപോയി. അപ്പോൾ എനിക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് ലാസ്റ്റ് അമ്മയുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതിനു മുമ്പ് അവൻ വന്ന സമയത്ത് ഞങ്ങൾ അമ്മേനെ പോയി കണ്ട് അമ്മ കിടക്കുന്ന എന്ന് പറഞ്ഞാൽ ബെഡഡൊന്നുമല്ല, ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. കിടക്കുന്ന റൂമിൽ അവിടെ കിടക്കും. ആ സമയത്ത് ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, കിടന്നു കഴിയുമ്പോൾ കൂർക്കം വലിക്കുന്ന പോലെ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഇതുണ്ട്. അപ്പോൾ ഇവന് ഇത് ചെയ്തില്ലല്ലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്നാണോ പിറ്റേ ദിവസമാണോ എന്നറിയില്ല, അവിടെ അമ്മ കിടക്കണം ആ ബെഡിൽ തന്നെ. ഞാനും അവനും കിടന്നു. ഞാൻ പറഞ്ഞു മോനെ കിടക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മൂമ്മ ഇവിടെയാണ് ലാസ്റ്റ് കിടന്നത്. അപ്പം ഞങ്ങൾ സാധാരണ പോയാൽ ആ റൂമാണ് ഉപയോഗിക്കണം. അപ്പോൾ ആ റൂമിലാണ് ലാസ്റ്റ് അമ്മ കിടന്നത്. ചെറിയ അമ്മ കിടക്കണ വേറെ റൂമിലാണ്, പക്ഷെ ലാസ്റ്റ് ആ റൂമിലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോഴും ആ റൂമിലായിരുന്നു. ആ റൂമിൽ ഇങ്ങനെ ഈ സൗണ്ട് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞു ഇവിടെ കിടന്ന ഇടയ്ക്ക് അമ്മൂമ്മ ഇങ്ങനെ ഉറക്കത്തിൽ സൗണ്ട് ഉണ്ടാക്കുന്നു പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഞങ്ങൾ കിടക്കുകയാണ്. പക്ഷെ ആ സമയത്ത് തന്നെ ഈ അമ്മ ഉണ്ടാക്കണ പോലെ സൗണ്ട് കേട്ടു. രണ്ടുപേരും ഞാൻ കേട്ടത് ബാക്കിയുള്ളവർ കേട്ടു എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ മോനോട് ചോദിച്ചു, മോനെ നീ ഒരു സൗണ്ട് കേട്ടോ, ഇങ്ങനെ ഒരാൾ മൂളുന്ന പോലെ, നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് മൂളുന്ന പോലെ. പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും സംസാരിക്കുന്നില്ല. മോനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂളുന്ന പോലെ. അപ്പോൾ ഞാൻ മോനോട് ചോദിച്ചു, മോനെ നീയും കേട്ടാ സൗണ്ട് എന്ന് ചോദിച്ചു. അതെ. അപ്പോൾ എ സിയുടെ ആണോന്ന് നോക്കി, അല്ല. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ആരെങ്കിലും ഇതാണോന്നൊന്നും ഇല്ല. പക്ഷെ ആ സമയത്ത് കുറച്ച് നേരം ആ സൗണ്ട് കേട്ടു. ഒരു 4-5 മൂളൽ, ഒരാൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മൂളലുണ്ടല്ലോ, ആ മൂളൽ കേട്ടതാണ്. അല്ലാണ്ട് പലയിടത്തും ഇത് കിട്ടാറുണ്ട്. പലയിടത്തും ഇപ്പോൾ സത്യസായി ബാബയില്ലേ ഭഗവാൻ, ശരിക്കും ഞാൻ സത്യസായി ബാബയുടെ ഒരു ഡിവോട്ടി ആയിരുന്നില്ല. കാര്യം ഞങ്ങളുടെ സമുദായത്തിന് കുല ആചാര്യനുള്ള കൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷേ ഈ ഭഗവാന്റെ പ്രസൻസ് പല സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പ്രസൻസ് തന്നെ കാണും നമ്മൾ, രൂപം തന്നെ കാണും. ഇപ്പോൾ പറയുമ്പോൾ എൻ്റെ ഓറ വൈബ്രേറ്റ്, ആ രൂപം തന്നെ കാണും. അത് എനിക്ക് പ്രത്യേകം ഇത് പറയാൻ പറ്റുന്നത് കോഴിക്കോട് ശൈലജ ചേച്ചി ഈ അബാക്കി കണ്ടിട്ടാണ് വരുന്നത്. ശൈലജ ചേച്ചി ആദ്യമായിട്ട് കാണുന്ന അബാക്കിൻ്റെ സ്പിരിച്വൽ ഹവേഴ്സ് 3 വെച്ച എവിടെ തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഇവിടെ വന്നിരുന്നു, എറണാകുളത്ത് വന്ന ശൈലജ ചേച്ചി. പക്ഷെ അന്ന് പരിചയമില്ല. എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചെന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ശൈലജ ഭഗവാന്റെ ഡിവോട്ടിയാണ്, അവിടെ സർവീസിന് പോയിട്ടുണ്ട്. അവിടെ വെച്ച് പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് ഭഗവാന്റെ. എൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡിവോട്ടീസിൻ്റെ വീട്ടിൽ വൺസ് ഇൻ എ വീക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അത് കറക്റ്റായിട്ട് ഓറ ഇതായിട്ട് തന്നെ വരും.
ഇതായിട്ട് തന്നെ കാര്യം. ഇതിലൊരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവാന്റെ ഡിവോട്ടിയായിട്ട് ഇന്ന് നമ്മൾ ഫോണിൽ വരുമ്പോൾ അദ്ദേഹത്തിനോടാണ് ഞാൻ സംസാരിച്ചത്. ഇപ്പോൾ ലിഫ്റ്റിൽ നമ്മൾ കയറി വരുമ്പോൾ ഞാൻ സംസാരിച്ച ആ വ്യക്തിയുടെ അടുത്താണ്. ആരാണ് എന്താണെന്ന് പറയുന്നില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക്. ഓക്കെ, അപ്പോൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അപ്പോൾ ചില ഇത് പ്രസൻസ് ചിലയിടത്ത് ഞാൻ പറയും, ഇന്നടുത്ത് പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് ഇദ്ദേഹത്തിന് വേറൊരാൾ വന്നിട്ട്, അപ്പോൾ ഇദ്ദേഹത്തിനും ഇപ്പം മനുഷ്യരാകുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണും, സാമ്പത്തിക പ്രശ്നങ്ങൾ കാണും, എല്ലാം കാണും. ഈ ആരോഗ്യവും സാമ്പത്തികവും എല്ലായിടത്തും കാണും. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബപരമായിട്ട് നല്ല രീതിയിൽ പോകും. പക്ഷെ ആരോഗ്യവും സാമ്പത്തികവും പ്രായഭേദമന്യേ എല്ലാവർക്കും. അപ്പോൾ ഞാൻ പറയും, ഈ 1.5 മാസം ഞാൻ ശബരിമല പോയി വന്നതിന് ശേഷം അവരെ കാണാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ പോണതാണ്, ഒരു ഫാമിലി ഫ്രണ്ട് പോലെ. അബാക്കി വന്നതിന് ശേഷമുള്ള പരിചയമാണ് എൻ്റെ കേട്ടോ എല്ലാം. അതിന് താങ്ക്സ് അബാക്കിൻ്റെ അടുത്താണ്, രോഹിത് സാറിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭഗവാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഭഗവാനുണ്ട്, ഭഗവാൻ കൂട്ടത്തിലുണ്ട്, ഇത് പുട്ടപർത്തിയിൽ നിന്ന് ഭസ്മം വരുത്തിക്ക് ഇതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് ഈ ഗസ്റ്റ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ, ഭഗവാനെ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോകണം. അത് അദ്ദേഹം ചില സമയത്ത് ശിവപ്രഭാകര സിദ്ധയോഗി പഞ്ചതീർത്ഥം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. പഞ്ചതീർത്ഥം എവിടെയാണ്? നമ്മുടെ പത്തനംതിട്ട എരുമേലിക്കടുത്ത്. ഈ പഞ്ചതീർത്ഥത്തിൽ ഒരു പരാശക്തി ഇതുണ്ട്. അപ്പോൾ അവിടെ ഇത് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ തരുമ്പോൾ ശരിക്കും എടുക്കാൻ പാടില്ല, അവിടെ നിന്ന് എടുക്കാൻ പാടില്ല, ദൂരെ റോട്ടിൽ നിന്നിട്ട് ആ ഫോട്ടോ എടുത്ത് അവിടെ ചില പ്രസൻസ് കണ്ടുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ അത് ചിലർ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടപ്പോൾ കറക്റ്റ്. ഞാൻ ആ ഫോട്ടോ ഞാനും കണ്ടിരുന്നു. ഒത്തിരി സിദ്ധന്മാരുടെ ഒരു ഫേസ് വന്നതല്ലേ? അതെ അതെ, ഞാൻ കണ്ടിരുന്നു. അത് അവിടെ വെച്ചെനിക്ക് ഞാനതിൽ ഒന്നും കമന്റ് ഇട്ടില്ല, ഞാൻ ഈ ഫോട്ടോ മാത്രമേ ഇട്ടുള്ളൂ. അതിന്റെ കാര്യം എന്താണ്? ഒരു കാര്യം പൈസാർ ഇത് കണ്ടു എന്ന് ആരും പറയരുത്. ഞാൻ കണ്ടത് വേറൊരാൾ കാണണമെന്നില്ല, വേറൊരാൾ കണ്ടത് ഞാനും കാണണമെന്നില്ല. ഫ്രീക്വൻസി അനുസരിച്ച് അത് ഇതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആഗസ്റ്റ് 15 ശ്രീജയ ടീച്ചർ എന്ന് പറഞ്ഞൊരാളുണ്ട്. ശ്രീജയ ടീച്ചർ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പെരിങ്കടവിള സ്കൂളിലെ ടീച്ചറാണ്. പ്രീ പ്രൈമറി കുട്ടികളുടെ. ആ ടീച്ചറിന് ഒരു മകനുണ്ട്, ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം 32 വയസ്സിൽ കാശ്മീരിൽ വെച്ച് മരണപ്പെട്ടു, ഹാർട്ട് അറ്റാക്ക് വന്നു മരണപ്പെട്ടു. അപ്പോൾ ഈ ടീച്ചറിന് ടാരറ്റ് റീഡിംഗ് ഉണ്ട്. ആ ടാരറ്റ് റീഡിങ്ങിൻ്റെ സമയത്ത് ഒരാൾ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നിട്ട് വേറൊരു ആളുടെ കൂട്ടത്തിൽ ഈ ടീച്ചറിൻ്റെ മോൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ടാരറ്റ് റീഡിങ് ടീച്ചർ നടത്തുന്നു. അപ്പോൾ ഈ ടീച്ചറെ എനിക്കറിയില്ല കേട്ടോ, ഈ ആളാരാണെന്ന് പോലും എനിക്കറിയാം. ഒരാളൊരു യൂട്യൂബ് എനിക്ക് അയച്ചു തന്നിട്ട് ചോദിച്ചു, 1-2 പേര് ചോദിച്ചു. അതിലൊരാൾ കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ഈ ചെയ്യണം ശരിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് പറഞ്ഞു. ആ ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞു. ശരിയല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇദ്ദേഹം പറഞ്ഞു അപ്പോൾ വേറൊരാളുടെ ഫോട്ടോയുണ്ട്. ഓക്കെ, ഞാൻ ഗായത്രിയുടെ ഫോട്ടോ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഇത് ഗായത്രിയുടെ പെർമിഷൻ ഞാൻ എടുക്കണം അല്ലേ, അല്ലെങ്കിൽ ഗായത്രിയുടെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ യൂസ് ചെയ്യണം. അതുപോലെ ആ ഫോട്ടോ ബിലോങ്സ് ടു ഒരു ഫാമിലി ആയിരിക്കും, വേറൊരു ഫോട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ ഒരു യൂട്യൂബ് എടുക്കാനെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ സ്വഭാവത്തിൽ ഫോട്ടോയെന്ന് ഞാൻ വെക്കുന്നത്, പക്ഷെ എന്തുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അത് അവർ ചെയ്തത് ശരിയല്ല എന്ന് എനിക്ക് പറയേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അവരോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരോടൊന്ന് പറയൂ, അത് ചെയ്യരുതെന്ന് പറയുമെന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ ശ്രീജയ ടീച്ചർ എന്നെ കോണ്ടാക്ട്. ശ്രീജയ ടീച്ചറിൻ്റെ ഇടയ്ക്ക് മീഡിയമായിട്ടൊരു രോഷിനി ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ശ്രീജയ ടീച്ചർ എൻ്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, പൈസാറ് എൻ്റെ കാര്യമാണ്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞു, എനിക്ക് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ശ്രീജയ ടീച്ചർ പറഞ്ഞു ആഗസ്റ്റ് 15. അപ്പോൾ ഈ സ്പിരിച്വൽ ഹവേഴ്സ് എനിക്ക് തോന്നുന്നു ആഗസ്റ്റ് 17 മറ്റുമായിരുന്നെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത്. ആഗസ്റ്റ് 15 എൻ്റെ മോൻ്റെ സ്മൃതി മണ്ഡപത്തിൽ ഇതുണ്ട് പെരിങ്കടവള സ്കൂളിൽ, സാറ് വരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പെരിങ്കടവള പോയി. പെരിങ്കടവള അവിടെ സ്കൂളിൻ്റെ ഇതായിട്ട് പോയി. പിന്നെ ആ ആഗസ്റ്റ് 15 അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ദഹിപ്പിച്ചെടുത്ത് അവരെങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്, അവിടെ വരാമോ എന്ന് ചോദിച്ച് ചെന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ സമയത്തൊരു ആ സോളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ഞാൻ ആ സോളിൻ്റെ പ്രസൻസ് അവിടെ ആഗ്രഹിച്ചു. ഓക്കെ, ഈ സമയത്ത് അപ്പോൾ ടീച്ചറുണ്ട്, അവിടുത്തെ കുറച്ച് കുട്ടികൾ, ആ സ്കൂളിലെ അധ്യാപകരൊക്കെ വന്ന് അവിടെ പുഷ്പാർച്ച. അദ്ദേഹം ആ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, ആ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ സ്റ്റുഡൻസൊക്കെ വന്ന് ഇത് ചെയ്യുന്നു. ഞാനിങ്ങനെ, അപ്പം ഞാനുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനൊരു രജിത്ത് അങ്ങനെ എന്തോ ഒരാളുണ്ട്. അദ്ദേഹം യൂണിഫോമിലാണ് വന്നത്, ടീച്ചറുണ്ട്,
അതോടൊപ്പം തന്നെ നാരായൺ ബി പൈ ഉണ്ട്. അപ്പോൾ നാരായണനുണ്ട്, അവൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. പുള്ളി തിരുവനന്തപുരത്താണ്. അപ്പോൾ അതാണ് പോയത്. ആ സമയത്ത് ഒരു ഇത് വെച്ചിട്ടുണ്ട്, തൈത്തെങ്ങ് വയ്ക്കുമല്ലോ, തൈത്തെങ്ങ് അതിലിങ്ങനെ ചുഴലിക്കാറ്റ് പോലെ കാറ്റ് കറങ്ങി. നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻസ് ആണത് ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ വേറെ എങ്ങും ഈ കാറ്റില്ല, വേറെ എങ്ങും കാറ്റില്ല. അവിടെ ഈ കാറ്റ് ഇങ്ങനെ അടിച്ച് ഒരു 2-3 മിനിറ്റോളം ഈ കാറ്റടിച്ചിട്ട് അതങ്ങ് പോയി. അത് അദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞപ്പോൾ ഈ എനർജി ആക്റ്റീവായി. ഇപ്പം നമ്മൾ അമ്പലത്തിലൊരു വിഗ്രഹം ഉണ്ടല്ലേ, ഒരു ശില്പി പണിയുന്ന ഈ അമ്പലത്തിൽ വിഗ്രഹം വരുമ്പോൾ അതിന് താന്ത്രികമായിട്ട് ഇത് ചെയ്തതിന് ശേഷം പ്രാണപ്രതിഷ്ഠ ചെയ്യും. അദ്ദേഹം ആ പൂജാരി തന്ത്രി അദ്ദേഹത്തിൻ്റെ ഉപാസനയുടെ ശക്തി വെച്ചിട്ട് ഇത് ചെയ്ത ശേഷം അതുമേലൊരു ശക്തി വരുന്നത്. അതിൽ അപൂർവമായിട്ട് ഇല്ലാത്തത് ഓട്ടോമാറ്റിക് ഉള്ളത് ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ വസുദേവർ പൂജിച്ച വിഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായത് ചോറ്റാനിക്കരയമ്മ ശങ്കരാചാര്യർ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിൽ പ്രത്യേക പ്രാണപ്രതിഷ്ഠകളൊന്നും വേണ്ടി. ശബരിമല ശാസ്താവ് പുണ്യപ്രതിഷ്ഠ ചെയ്തപ്പോൾ വന്ന് കാണും. പരശുരാമനാണ് ഇതെന്ന് പറയും പ്രതിഷ്ഠിച്ചത്. അതുപോലെ മൂകാംബികാദേവി, തിരുപ്പതി ഭഗവാനൊക്കെ സ്വയംഭൂവാണ്. അപ്പം അങ്ങനെയുള്ളിടത്ത് പ്രാണപ്രതിഷ്ഠ അല്ലാണ്ടുള്ളിടത്ത് നടത്തും. അപ്പോൾ ആരെങ്കിലും ഇത് അറിയുന്ന ഈ എനർജി അക്നോളജ് ചെയ്തിട്ട് ചെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ എനർജി ആക്റ്റീവ് ആകുമ്പോൾ ഇതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ടീച്ചറുമായിട്ട് അത് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ എനർജി എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ചെയ്യണം തെറ്റാണെന്ന് പറയുമെന്ന് എൻ്റെ അമ്മയുടെ അടുത്ത്. എനിക്കിത് അയച്ചു തന്ന ആൾക്കാർ അബാക്കിൻ്റെ ഫോളോവേഴ്സാണ്. അവരിതെങ്ങനെയോ കണ്ടു, ഈ സാധനം കണ്ടു. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ശരിയാണോ എന്ന് ചോദിച്ചു. അത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കാര്യം എന്താ വെച്ചാൽ അപ്പോൾ ഈ അബാക്ക് സ്പിരിച്വൽ ഹവേഴ്സ് ഫസ്റ്റിൽ ആ സോൾ പ്രസൻസ് വന്ന് ഞാൻ തേങ്ങയൊക്കെ കാണിച്ച് അപ്പോൾ സോള് ആ ഒരു ഇത് വെച്ചാണ് ചോദിക്കുന്നത്. അത് വെച്ചാണ് അത് ചെയ്തത്. തെറ്റാണെന്ന് പറഞ്ഞെങ്കിലും ആ തെറ്റാണെന്ന് പറയിച്ചത് ആ ഇന്ദ്രജിത്താണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം എന്നാൽ അദ്ദേഹത്തിന് കിട്ടേണ്ട പ്രാർത്ഥന. ഇപ്പം നമുക്ക് കുട്ടികളുണ്ട്, അല്ലേ, ഗായത്രിക്ക് കുട്ടികളുണ്ട്. ആ സമയത്ത് അവരെക്കാളും ഇളയ കുട്ടിയായിരിക്കും വേറെ ഏതെങ്കിലും കുട്ടികൾ. ഇപ്പോൾ ഗായത്രിയുടെ സഹോദരിയുടെ കുഞ്ഞുങ്ങളെ ലാളിച്ചാൽ ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഇത് സോൾസിനും ഉണ്ട്. കാര്യം അവർക്ക് ഇൻറ്റിമസി എന്നുള്ളെടുത്ത് ആ ഇൻറ്റിമസി നമ്മൾ മനസ്സിലാക്കാണ്ട് ഇത് ചെയ്യുമ്പോൾ അവരാക്ട് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നി അവരാണ് പറയുന്നത്. ഇപ്പോൾ ടീച്ചർ ഡെയിലി എനിക്ക് അനുഭവങ്ങൾ പറയും. ഇങ്ങനെയാണ് ടാറ്റ് റീഡിങ് ചെയ്യുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ടീച്ചറിന് ഭയങ്കരമായിട്ട് അനുഭവങ്ങൾ. കാര്യം ആ ഒരു അതെനിക്ക് മറക്കാൻ പറ്റില്ല. കാര്യം എന്നെക്കൊണ്ട് തന്നെ നോ പറയിച്ചു, ആ ടീച്ചറിനെ വിഷമിപ്പിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത്. കാര്യം ശ്രീജ ടീച്ചർ അന്ന് കാര്യം പൈസാർ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജ ടീച്ചർ പറഞ്ഞു എന്ന് ആ പൈസാറ് തന്നെ എൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ എൻ്റെ മോൻ്റെ ഇത് കേൾക്കുമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു പൈസാറിൻ്റെ ഇതിൽ തന്നെ ആ മോൻ്റെ സോളുണ്ടെന്ന് കേൾക്കുന്ന ഞാൻ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു പൈസാറ എന്ന് പറഞ്ഞാൽ. അത് ആഗസ്റ്റ് 15 ഞാൻ പോയി. ആഗസ്റ്റ് 15 പോയി സ്പിരിച്വൽ ഹവേഴ്സ് 3 ആ സോളിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടായിരുന്നു. അന്നില്ലല്ലോ, അന്ന് വന്നില്ലല്ലോ. അന്ന് കുറച്ച് തിരുവനന്തപുരം ലാസ്റ്റത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റത്തെ ഇതിന് എൻ്റെ കയ്യിൽ ഇത് തിരുവണ്ണാമലയിൽ പൂജിച്ച ഇതാണത്, തൃശ്ശൂർ ശ്രീനിവാസൻ വാങ്ങിച്ചു തന്നതായിരിക്കും, പഞ്ചലോഹത്തിൻ്റെ. അത് ഞാൻ കാണിക്കാം. ഇതാണ് തിരുവണ്ണാമലയിൽ ഇങ്ങനെ ശ്രീനിവാസൻ വാങ്ങിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഈ പഞ്ചലോഹം ഇത് നോക്കിയിട്ട്, അപ്പോൾ അവിടെ തേങ്ങ നോക്കി ഒരു കടയിൽ ഞങ്ങൾ ഇത് കഴിഞ്ഞു, ഗിരിവലം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഈ കട ഞാൻ പറഞ്ഞു ഈ കടയിലൊന്ന് കയറാമെന്ന് പറഞ്ഞു. എനിക്ക് കയറണമെന്ന് തോന്നി. ഞാനൊരു സാധനവും വാങ്ങിക്കാത്ത. അപ്പോൾ അവിടെ ഇത് വന്നപ്പോൾ ഈ ലോകം കണ്ട പഞ്ചലോഹം ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എനർജി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ഭയങ്കര എനർജി തേങ്ങ വെച്ചിട്ട്. ഉടനെ ശ്രീനിവാസൻ ഞാൻ പറഞ്ഞ എനർജി. എന്നാൽ ശ്രീനിവാസൻ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഇതെനിക്ക് തന്നു. പിറ്റേ ദിവസം ഇതെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൈ വെച്ചിട്ട് ഉണ്ണാമലയമ്മൻ ക്ഷേത്രമുണ്ട്. തിരുവണ്ണാമലയിൽ പോയി എപ്പോഴും പോകേണ്ട ഒരു സ്ഥലമാണ് ഉണ്ണാമലയമ്മൻ. മുലപ്പാൽ തീർത്ഥത്തിനടുത്ത് തിരുവണ്ണാമല ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ മുകളിലോട്ട് കയറണം. ഒരു 450 മീറ്റർ മുകളിൽ കയറുമ്പോൾ മുലപ്പാൽ തീർത്ഥത്തിന് സൈഡിലായിട്ടാണ് ഉണ്ണാമലയമ്മൻ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ തന്നെയാണ്. അവിടെ എൻ്റെ കയ്യിൽ ഇതുണ്ട്. അപ്പോൾ അവിടെ ശേഖർ സ്വാമി എന്ന് പറഞ്ഞുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇതെന്താണ്, പറഞ്ഞു ഇതാണ്, ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങിച്ചിട്ട് ഇത് ആ പാർവതി ദേവിയുടെ വിഗ്രഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവിടെ വെച്ചിട്ട് പൂജിച്ചൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നു. ഭയങ്കര ബ്ലസ്ഡ് ആണ്. അപ്പം ഇത് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. എനർജിയുടെ കണക്ഷൻസ് കിട്ടും, മനസ്സിലായ? ആ എനർജി കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്
അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഈ തിരുച്ചെന്തൂർ പോയപ്പോഴും ഒക്കെ ഇതും കൊണ്ടാണ് ഞാൻ പോയത്. ഇതിങ്ങനെ അടുത്തത് എനിക്ക് ഒന്ന് തിരുച്ചെന്തൂർ പോകണം. തിരുച്ചെന്തൂർ പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ ആത്മാക്കൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ശ്രീജ ടീച്ചറിൻ്റെ അനുഭവമാണ്. ശ്രീജ ടീച്ചർ എൻ്റെ അനുഭവം. ഇത് ചില സമയത്ത് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ശ്രീജ ടീച്ചറിൻ്റെ ഞാൻ പറയട്ടെ, ഞാൻ ആരെ ബ്ലസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരൊറ്റ ശിവനേ ഉള്ളൂ, ഒരൊറ്റ മുരുകനേ ഉള്ളൂ, ഒരൊറ്റ അയ്യപ്പനേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. നമ്മൾ യഹോവ എന്ന് വിളിച്ചാലും അല്ലാഹു എന്ന് വിളിച്ചാലും മഹാദേവ എന്ന് വിളിച്ചാലും മഹാവിഷ്ണു എന്ന് വിളിച്ചാലും ബ്രഹ്മാവെന്ന് വിളിച്ചാലും പരബ്രഹ്മമെന്ന് വിളിച്ചാലും സംഗതി ഒന്നേ ഉള്ളൂ. മനസ്സിലായി? ഇത് നമ്മൾ അറിവില്ലാത്തത് കൊണ്ട് ഇതാണ് വലുത് മറ്റതാണ് വലുതെന്ന് പറയുകയാണ്. അപ്പോൾ ഈ എനർജീസ് ഓക്കെ മൂലമറ്റത്ത് പവർ ഹൗസിൽ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ തന്നെ ഇവിടുത്തെ ലൈൻമാൻ തന്നെ വരണം. അതുപോലെ തന്നെ നമ്മളുമായിട്ട് കണക്റ്റ് ആകുന്ന സോൾസ് ഉണ്ടാകും. ഞാൻ ആരെ ബ്ലസ് ചെയ്യുകയാണെങ്കിലും ആ സോൾസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റാറുള്ളൂ. ഈ ശ്രീജ ടീച്ചർ അവിടുത്തെ മിക്കവർക്കും ഭയങ്കര അനുഭവങ്ങൾ വരുന്നുണ്ട്. ഇത് വരുന്നത് ശ്രീജ ടീച്ചറിൻ്റെ മോൻ്റെ ആ പ്രസൻസ് വെച്ച് ബ്ലസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇത് കാര്യം എന്താണെന്ന് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ എന്താണ് ഗുഡ് സാമൂഹ്യ പ്രവർത്തനം നടത്തണം. അവർ കുറേ സോൾസ് അവർക്ക് മാസ്റ്റർ സോൾ ആകണം. ഇപ്പം ഞാനും പറയണതാ, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് മാസ്റ്റർ സോൾ ആകണം. അപ്പം ഞാൻ എൻ്റെ പ്രതിഫലം ഇച്ഛിച്ച് ഞാൻ ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായി? പ്രതിഫലത്തിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ മാസ്റ്റർ സോൾസ് ഒന്ന് ദക്ഷിണ തന്നാൽ ഓക്കെ, തന്നില്ലെങ്കിൽ അതിലും ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ പോകും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് കൃഷ്ണൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ ശ്രമിക്കുക ആത്മാവിനോട്, അല്ലാണ്ട് വേറെ ആർക്കും ഭഗവാന് ക്രെയിൻ കൊണ്ടുവന്ന് പൊക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ആ ഒരു ഇതിൽ ഇത് അപ്പോൾ സോൾസ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്നിട്ടേ നമുക്ക് കാര്യം ഇത് പറയുന്ന പിതൃലോകം കഴിഞ്ഞിട്ടാണ് ദേവലോകം. അപ്പോൾ ആ ദേവലോകത്തിൽ പോകണമെങ്കിൽ പിതൃക്കളുടെ കാര്യങ്ങൾ ചെയ്തിരിക്കും. ഇപ്പോൾ ഇന്നലെ തൊറൂര് പോയപ്പോഴത്തേക്കും സംസാരിച്ചപ്പോൾ ഒരു ഫാമിലി, അവർക്ക് വീട്ടിൽ ഇങ്ങനെ സാളഗ്രാമമുണ്ട്. സാളഗ്രാമം പൂജയൊക്കെ ചെയ്താലെല്ലാം ഭഗവാന് പറ്റുന്നുണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കുറേ പൂർവികർ വന്നിട്ട് ഈ പൂജയുടെ വിഹിതം കൈപ്പറ്റുന്നു എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൂജിച്ച് എത്രയോ കാലങ്ങളായി പൂജിച്ചിരുന്ന സാളഗ്രാമമാണ്. അവർക്ക് ഫിസിക്കൽ ബോഡി ഇല്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ദിവസം അവിടെ വരാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ച ആളുടെ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു അവിടെ വരാം, ഞാൻ നോക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. കാര്യം അവർ നമ്മുടെ അടുത്തൊരു ഫേവറബിൾ ആയിരിക്കും. ഈ സോൾസ് നമ്മുടെ അടുത്ത് ഫേവറബിൾ ആയിരിക്കും. ഇപ്പം തന്നെ സ്പിരിച്വൽ ഹവേഴ്സ് 1 വന്നിട്ട് ആ സോളിൻ്റെ പ്രസൻസ് കാണിച്ചത് ഭയങ്കര ഫേവറബിളാണ്. ഇവർക്ക് പാർഷ്യാലിറ്റി ഇല്ല. ഓക്കെ, ശരി.